എല്ലാവർക്കും നമസ്കാരം. ഫ്രിഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും ക്ലെയിം ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നോർമലി എല്ലാ കസ്റ്റമേഴ്സിനും അറിയാം 24 hours നമ്മൾ ഹോസ്പിറ്റലൈസേഷൻ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാഷ്ലെസ് കിട്ടും എന്നുള്ള കാര്യം. അതിന് ഇൻപേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുക. പക്ഷെ അതിന് മുമ്പ് നമ്മൾ ചില അസുഖങ്ങൾക്ക് ഒരുപാട് തവണ ഡോക്ടറെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ 1 week 1 month നമ്മൾ മെഡിസിനും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്തരം ട്രീറ്റ്മെൻറ്റുകൾ OPD ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യാത്ത പ്ലാനുകളാണെങ്കിൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുമോ എന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുന്ന ഹെഡിലാണ്. അതായത് നമ്മൾ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ഡോക്ടറെ കണ്ടതിൻ്റെ ഡോക്ടർ കൺസൾട്ടേഷൻ ഫീസ്, ടെസ്റ്റുകൾ, അതായത് നമ്മൾ സ്കാനിങ് ചെയ്യുക, CT സ്കാൻ ചെയ്യുക, അതല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യുക, ഇതിൻ്റെ എല്ലാം ഡയഗ്നോസിസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റുകളും പ്ലസ് ഫാർമസി, നമ്മൾ മെഡിസിൻസ് വാങ്ങിച്ചതിൻ്റെ എക്സ്പെൻസുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് പ്രീ ഹോസ്പിറ്റലൈസേഷനിൽ ക്ലെയിം ചെയ്യാൻ പറ്റും. അത് നമ്മൾ റീഇംബേഴ്സ്മെൻ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതത് കമ്പനികളുടെ ക്ലെയിം ഫോമിനൊപ്പം നമ്മുടെ എല്ലാ ബില്ലുകളിലും ഒറിജിനൽ, ചിലർക്ക് കസ്റ്റമർ ആപ്പ് വഴി അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും, ചില കമ്പനികൾക്ക് അത് ഒറിജിനൽ നമ്മൾ അയച്ചു കൊടുക്കേണ്ടി വരും. രണ്ട് രീതിയിലാണെങ്കിലും ഈ എക്സ്പെൻസുകൾ നമുക്ക് കസ്റ്റമേഴ്സിന് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ക്ലെയിം ചെയ്യാതെ നിങ്ങൾ ഏതെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ക്ലെയിം ചെയ്യണം. മിക്കവാറും പോളിസികളിൽ 90 days അല്ലെങ്കിൽ 60 days വരെയൊക്കെയാണ് പ്രീ ഹോസ്പിറ്റലൈസേഷൻ കവറേജ് കിട്ടുന്നത്. അപ്പോൾ അതിനേക്കാൾ നമുക്ക് ഉപകാരപ്രദമുള്ളതാണ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ. അതായത് നമ്മൾ ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വരുന്ന ഡോക്ടർ കൺസൾട്ടേഷൻ, അതുപോലെ ഡയഗ്നോസിസ്, ഫാർമസി, ഈ 3 കാര്യങ്ങളും നമുക്ക് ക്ലെയിം ചെയ്യാം. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന മിക്കവാറും പ്ലാനുകളിൽ 180 days വരെയുള്ള പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ ബില്ലുകൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. 180 days എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 മാസത്തോളം ഉള്ള കോസ്റ്റുകൾ. അപ്പോൾ ഇത് ഏറ്റവും ഉപകാരപ്രദമാവുന്നത് നമുക്ക് ക്രിട്ടിക്കൽ ഇൽനെസ് വരുന്ന കസ്റ്റമേഴ്സിനാണ്. അവർക്ക് സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഡോക്ടറെ കാണുന്ന സമയത്ത് ഒരുപാട് എക്സ്പെൻസുകൾ വരുന്നതാണ്. അപ്പോൾ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കണം, നമുക്ക് അഡ്മിഷനായിട്ട് ക്യാഷ്ലെസ് ക്ലെയിം അപ്രൂവലായ കേസുകളുടെ മാത്രമാണ് ഈ പ്രീയും പോസ്റ്റും ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ ബില്ലുകളായിരിക്കണം നമ്മൾ അയക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന ഒരു ക്ലെയിമാണ് പ്രീയും പോസ്റ്റും ഹോസ്പിറ്റലൈസേഷൻ. അതിനെപ്പറ്റി കൂടുതൽ ക്വറീസ് ഒന്നും അങ്ങനെ വരാറില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻസിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യത്തിലാണ് ഡൗട്ട് എന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന പോലെ നമുക്ക് റിപ്ലൈ തരാൻ പറ്റും. അതല്ല എനിക്ക് അറിയാത്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് എക്സ്പേർട്സിനോട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ നമുക്ക് തരാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും കൂടി നമ്മുടെ പോളിസികളിലുണ്ട്. അപ്പോൾ എല്ലാവരും അതെല്ലാം ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ പേജ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.